ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12. ഭക്തിയോഗം. ശ്ലോകം 9, പേജ് നമ്പർ 642. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. പദാനുപദം. അധഃ അഥവാ, മയി എന്നിൽ, ചിത്തം മനസ്സിനെ, സ്ഥിരം സ്ഥിരമായി, സമാധാതും ഉറപ്പിക്കുന്നതിന്, ന ശക്നോഷി നീ ശക്തനാകുന്നില്ലെങ്കിൽ, തതഃ അനന്തരം, ധനഞ്ജയ ഹേ ധനഞ്ജയ, അഭ്യാസയോഗേന ഭക്തിയുത സേവനം കൊണ്ട്, മാം എന്നെ, ആപ്തും പ്രാപിക്കുവാൻ, ഇച്ഛിക്കുക. വിവർത്തനം. പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ, എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്കു കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. ഭാവാർത്ഥം. ഭക്തിയോഗത്തിൻ്റെ 2 വ്യത്യസ്ത പ്രക്രിയകൾ ഈ ശ്ലോകം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ ദിവ്യപ്രേമത്തോടെ യഥാർത്ഥമായി ആസക്തി വളർത്തിയിട്ടുള്ള ഒരാൾക്ക് യോജിച്ചതാണ്. അപ്രകാരം പരമപുരുഷനോട് ദിവ്യപ്രേമത്തോടെയുള്ള ആസക്തി ഉണർന്നു വരാത്തവർക്ക് യോജിച്ചതാണ് മറ്റേത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചില വിധിപൂർവകമായ നിബന്ധനകൾ ആചരിക്കേണ്ടതുണ്ട്. അവ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ക്രമേണ കൃഷ്ണനിൽ ആസക്തി വളർന്നുവരും. ഭക്തിയോഗമെന്നാൽ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് ഭൗതിക ജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ എപ്പോഴും അശുദ്ധങ്ങളാണ്. ഭക്തിയോഗം കൊണ്ട് അവയെ ശുദ്ധീകരിക്കാൻ കഴിയും. ശുദ്ധി വന്നാൽ അവയെ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യാം. ഈ ഭൗതിക ലോകത്തിൽ നാം ഏതെങ്കിലുമൊരു യജമാനനെ സേവിക്കുന്നുണ്ട് എങ്കിലും വാസ്തവത്തിൽ സ്നേഹത്തോടെയാവില്ല. വെറും പണത്തിനു വേണ്ടിയാണ് ആ സേവനം. യജമാനനുമില്ല സ്നേഹം. നമ്മുടെ സേവനം അയാൾ ഉപയോഗപ്പെടുത്തുന്നു, പകരം പണം തരുന്നു എന്നു മാത്രം. സ്നേഹത്തിൻ്റെ പ്രശ്നമേ വരുന്നില്ല. ആത്മീയ ജീവിതത്തിലാകട്ടെ
വിശുദ്ധ സ്നേഹത്തിൻ്റെ തലത്തിലേക്കുയരുക തന്നെ വേണം. ഇതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭക്തിപൂർവകമായ സേവനമനുഷ്ഠിക്കുന്നതുകൊണ്ട് ആ തലത്തിലേക്കുയരാം. ഏതൊരാളുടെ ഹൃദയത്തിലും ഈശ്വരനോടുള്ള പ്രേമം ഉറങ്ങിക്കിടപ്പുണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഭൗതിക ബന്ധം കൊണ്ട് മാലിന്യം പൂണ്ടിട്ടാണെന്നു മാത്രം. ഭൗതികതാബന്ധമുള്ള മനസ്സിനെ ഇപ്പോൾ ശുദ്ധീകരിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന നൈസർഗികമായ കൃഷ്ണപ്രേമത്തെ ഉണർത്തുകയും വേണം. അതാണ് ഈ പ്രക്രിയ. ഭക്തിയോഗത്തിൻ്റെ വിധിപൂർവക നിയമങ്ങൾ പരിശീലിക്കാൻ നിപുണനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് ദിനചര്യകൾ ചിട്ടപ്പെടുത്തണം. പ്രഭാതത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത ശേഷം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും വേണം. ഭഗവാന് അർപ്പിക്കാൻ വേണ്ടി പൂക്കൾ ശേഖരിക്കണം. നിവേദ്യം തയ്യാറാക്കണം. പ്രസാദം ഭക്ഷിക്കണം. ഇങ്ങനെ ഭക്തൻ തുടർന്നു ചെയ്യുന്ന നിയമനിബന്ധനകൾ പലതുമുണ്ട്. ശുദ്ധ ഭക്തരിൽ നിന്ന് ഭാഗവതവും ഭഗവത്ഗീതയും തുടർച്ചയായി കേൾക്കണം. ഈ പരിശീലനം കൊണ്ട് ആർക്കും ഭഗവത് പ്രേമത്തിൻ്റെ തലത്തിലേക്കുയരാൻ കഴിയും. അങ്ങനെ ക്രമേണ ആത്മീയമായ ദൈവിക സാമ്രാജ്യത്തിലേക്കുള്ള അയാളുടെ മുന്നേറ്റം സുനിശ്ചിതമാണ്. ഇങ്ങനെ ഒരാത്മീയാചാര്യൻ്റെ മേൽനോട്ടത്തിൽ വേണ്ടുന്ന നിയമനിബന്ധനകളോടെ ചെയ്യുന്ന ഭക്തിയോഗ പരിശീലനം ആരെയും ഭഗവത് പ്രേമ തലത്തിലേക്കെത്തിക്കും. ഹരേ കൃഷ്ണ.